എനിക്കെന്താ ഇവിടെ എത്താൻ പറ്റാത്ത? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അവർ ചെയ്യണമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ചെറിയ ആൾക്കാരല്ലേ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. ഈ ചിന്തകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ കൂടെ ഒരു സമയത്ത് ഈ എല്ലാ ചിന്തകളും കടന്നു പോയിട്ടുണ്ട്. ഈ ചിന്തകളെ എന്ന് നമ്മൾ മറികടക്കുന്നു, അന്നേ നമ്മളുടെ സക്സസ്സിലോട്ടുള്ള വഴി തുറക്കുകയുള്ളൂ. അതുവരെ ആ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കും. ആ ചിന്താഗതികളെ മറികടന്ന് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനാദ്യം വേണ്ടത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. എന്താണ് സെൽഫ് റിഫ്ലക്ഷൻ? നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് അവസ്ഥയിലുള്ളത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതിനാദ്യം വേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയൽ നിർത്തുക. നിങ്ങളിപ്പോഴുള്ള സാഹചര്യത്തിനെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ പാരൻസിൻ്റെ അവസ്ഥ ഇതാണ്, ഓക്കെ, അതുകൊണ്ട് അവർക്ക് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ല ഏതാണോ സാഹചര്യം എന്തുമായിക്കോട്ടെ, അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഓപ്പൺ മൈൻഡോട് കൂടി മനസ്സിലാക്കണം. അതിനുശേഷം നമ്മളിലോട്ട് നോക്കും. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ മറ്റുള്ളവരെ മേലിൽ കുറ്റം ചുമത്തൽ നിർത്തണം. എൻ്റെ കൂട്ടുകെട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ദുശീലം തുടങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എനിക്ക് അന്ന് അങ്ങനെ ചെയ്തു തന്നില്ല, അച്ഛനും മറ്റേ ചെയ്യണതിന് പകരം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലോ. ഇതൊക്കെ റോങ് ചിന്താഗതിയാണ്, റോങ് മൈൻഡ് സെറ്റാണ്. എന്തായാലും ഇതൊക്കെ എടുത്ത് കച്ചറയിൽ കളയണം. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലാണ് നിങ്ങൾക്ക് മെച്ചപ്പെടാൻ പറ്റുക എന്ന് നിങ്ങൾ നോക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നോക്കുക. ഒരു പുസ്തകം എടുക്കുക, ഒരു പാൻ എടുത്തിട്ട് 20 പോയിന്റ്സ് നിങ്ങൾ എഴുതുക. ഓക്കെ, എനിക്ക് സിനിമാ ഫീൽഡിൽ കയറാനാണ് താല്പര്യം. ഞാനപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടേക്ക് എത്താം. ഇത് പോസിബിൾ ആവാം, ഇമ്പോസിബിൾ ആവാം, നിങ്ങളുടെ ഇമാജിനേഷൻ തെറ്റാവാം. നാളെ ഞാൻ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആളോട് കഥ പറയാൻ പറ്റും. മനസ്സിലായ? അതിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. ലിമിറ്റില്ലാത്ത ഹോപ്പുകൾ വേണം. ഹോപ്പ്ലെസ് ആയിട്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ചിന്താഗതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹോപ്പ്ലെസ്സിൽ നിന്ന് മാറി നമ്മളൊരു ഹോപ്പ്ഫുൾ ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയിലോട്ട് മാറണം. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാരണം കുറേ പേർക്ക് ആലോചിക്കുമ്പോൾ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സ്വപ്നം. ഓക്കെ, അതിന് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ 2-3 വീഡിയോസ് എടുക്കുക. ഇപ്പം ഞാൻ ചിന്തിച്ചിപ്പോൾ പറയുന്നതാ, അല്ലാണ്ട് ഞാനിത് പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ഏറ്റവും സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ നല്ല വീഡിയോസ് 2-3 എടുക്കുക. 3 എടുത്തിട്ട് എനിക്ക് അറിയാവുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അയക്കുക, അവിടെ അയക്കുക, ഇവിടെ അയക്കുക. ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടി. ഇത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ കേട്ടു. അതായത് ഗണപതിക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ നടൻ ഗണപതിക്ക് ഇപ്പോൾ സിനാൻ എന്ന് പറഞ്ഞ കുട്ടി, ഇപ്പോൾ ഈ ബാലൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സിനാൻ എന്ന് പറയുന്ന കുട്ടി, അവൻ തന്നെ വീഡിയോ എടുത്തുങ്ങായിട്ട് പലയിടത്തും അവൻ പോയി മുട്ടി, ആരും വാതിലുകൾ തുറന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു വീഡിയോ എടുത്തുങ്ങായിട്ട് ഗണപതി കാസ്റ്റിംഗ് ഡയറക്ടർ ആയതുകൊണ്ട് ഗണപതിക്ക് അയച്ചു. മനസ്സിലായ? അപ്പോൾ ആ കുട്ടി എന്താ ചെയ്തത്? അവൻ്റെ സ്വപ്നങ്ങളിൽ മുറുക്കി പിടിച്ച് പ്രതീക്ഷയോടെ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവനക്ക് ഏറ്റവും പറ്റാവുന്ന കാര്യം എന്തായിരുന്നു? അവൻ്റെ ഒരു പോർട്ട്ഫോളിയോ, അതായത് അവനെടുത്തൊരു റീല്, സ്വയമായിട്ട് കൂട്ടുകാർ തമ്മിലെടുത്ത ഒരു ഷോർട്ട് ഫിലിം പോലത്തെ സാധനം ഗണപതിക്ക് അയച്ചു. കുട്ടി അഭിനയിച്ചു. കിഡിലം പെർഫോമൻസ്. മനസ്സിലായി? സിമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞതാ. അപ്പോൾ ഇത് പോസിബിൾ അല്ലാണ്ടല്ല, നമ്മളുടെ മൈൻഡ് നിങ്ങളെ സ്വയം ലിമിറ്റ് ചെയ്യണത് കൊണ്ടാണ്. ഒരു സമയത്ത് ഞാനും ഈ ചിന്താഗതിയുടെ ലോക്കിലായിരുന്നു. മനസ്സിലായ? അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരെ കുറ്റം പറയൽ നിർത്തുക. നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയുക. അതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, അതായത് ഫോണിൽ സമയം കളയൽ, അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വഴിചാരൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തുക. പിന്നെ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മോശം വന്നു കഴിഞ്ഞാലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തിരിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവ് നിങ്ങൾക്ക് തന്ന ഒരു അടയാളമായി കാണാം. ഇതെൻ്റെ വാപ്പ പഠിപ്പിച്ച കാര്യമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മോശം അനുഭവം വന്നു കഴിഞ്ഞാലും അത് നല്ലതിനാണെന്ന് വിശ്വസിക്കുക. ആ വിശ്വസിക്കണതിലൊരു ഭംഗിയുണ്ട്. ആ വിശ്വസിക്കണതിൽ നമുക്ക് ഹോപ്പുണ്ട്. മനസ്സിലായ? അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്താഗതി ആകുമ്പോൾ എന്താവും? ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ലടാ എന്നുള്ള ചിന്താഗതിയിൽ ഒരിക്കലും കാര്യങ്ങൾ ശരിയാവില്ല.
മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ആ വിശ്വാസക്കാരനാണ്. അതായത് എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, സെയിൽ കുറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിലും ഓക്കെ, അപ്പോൾ അതായിരിക്കില്ല എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ ദിശ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? നമ്മളെ ദുനിയാവ് എങ്ങനെ നമ്മളോട് സംസാരിക്കുക? നമ്മൾക്ക് ഓരോ വാതിലുകൾ അടയ്ക്കും. ഈ വാതിലുകൾ അടച്ചു കഴിഞ്ഞാലാണ് നീ മറ്റേ വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന വാതിൽ മാത്രം നീ ഉപയോഗിക്കുമെന്നും നീ അവിടെ മാത്രം സ്റ്റക്കാവും. അപ്പം നിങ്ങളെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിൻ്റെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രീതിയാണ് വാതിലുകൾ അടയ്ക്കൽ. കാരണം വേറെ പല വാതിലുകളും ഉണ്ട്. നിനക്ക് ആ പല വാതിലുകളായിരിക്കും നിൻ്റെ ജീവിതത്തിന് നല്ലത്. അപ്പോൾ വിത്തുകൾ വിതയ്ക്കുക, അത് നനയ്ക്കുക എന്ന് ഞാൻ എൻ്റെ കടമയായിട്ട് കാണുന്നു. ഈ സീരീസ് ഇനി മുന്നോട്ട് പോകും. നിങ്ങളുടെ ചിന്താഗതി മാറ്റാനും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഹോപ്പ് കൊണ്ടുവരാനും അൾട്ടിമേറ്റ്ലി ഒരു സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ ആവാൻ വേണ്ടിയിട്ട് ഈ സീരീസ് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങും. മാറ്റങ്ങൾ അനിവാര്യം.